വനഭൂമി ക്വാറി മാഫിയകൾക്ക് തീരെഴുതി സർക്കാർ. വനഭൂമി പതിച്ചു നൽകൽ ചട്ടത്തിൽ ഭേദഗതി ചെയ്താണ് സർക്കാർ നീക്കം. പതിച്ചു നൽകിയ വനഭൂമിയിൽ പാറഖനനമാകാമെന്ന് ഭേദഗതി. കൃഷിക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് പതിവ് വനഭൂമി ഉപയോഗിക്കാൻ നിലവിൽ നിയമമില്ല. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ തയ്യാറാക്കിയ കരടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വിശദാംശങ്ങൾ MR സജേഷ് നൽകും. സജേഷ്, ചട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഈ പറയുന്ന നിയമവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പുതിയ ഭേദഗതി ഏത് രീതിയിൽ വരുന്നു? അങ്ങനെയെങ്കിൽ ആ ഭേദഗതി എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും? പ്രജിഷ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് വനഭൂമി പതിവ് ചട്ടങ്ങളിലും ഭേദഗതി വരുത്തിക്കൊണ്ട് റവന്യൂ വകുപ്പ് കരട് തയ്യാറാക്കിയത്. വളരെ പവിത്രമായി കരുതപ്പെടുന്ന പരിസ്ഥിതി ചട്ടമാണ് വനഭൂമി പതിവ് ചട്ടം. നേരത്തെ പശ്ചിമഘട്ടം ക്വാറി മാഫിയകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് ലാൻഡ് അസൈൻമെന്റ് റൂളിൽ ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയത് വലിയ വിവാദമായിരുന്നു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ വനഭൂമി പതിവ് ചട്ടങ്ങളിലും ഭേദഗതി വരുത്തിയിട്ടുള്ളത്. വലിയ തോതിൽ പാറ ഉള്ള ഭൂമികളാണ് ഈ വനഭൂമി പതിവ് ചട്ടം അനുസരിച്ച് കൃഷിക്ക് വേണ്ടി പതിച്ചു കൊടുത്തിട്ടുള്ള ഭൂമിയിലധികവും ഈ ഭൂമിയിൽ പാറ പൊട്ടിക്കാം, കൃഷിക്ക് യോഗ്യമാക്കുന്നതിന് വേണ്ടി പാറ പൊട്ടിക്കാമെന്ന വിചിത്രമായ നിർദ്ദേശമാണ് ഈ ഭേദഗതി നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 പ്രധാനപ്പെട്ട ഭേദഗതികളാണ് വനഭൂമി പതിവ് ചട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി പാറ ഖനനം നടത്താം. നമുക്കറിയാവുന്ന പോലെ വലിയ മലകളിലും മലയടിവാരങ്ങളിലുമെല്ലാമാണ് ഈ കൃഷിക്ക് വേണ്ടി വനഭൂമി പതിച്ചു നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും നിലമ്പൂർ മേഖലയിലെ ക്വാറികളെ കുറിച്ചെല്ലാം വലിയ പരാതി വരുന്നു. പലതും കളക്ടർ പോലും സ്റ്റോപ്പ് മെമ്മോ നൽകിയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ചട്ട ഭേദഗതി എന്ന് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ മറ്റു ചില ഭേദഗതി നിർദ്ദേശങ്ങളും ഇതിലുണ്ട്. നിലവിൽ കൃഷിക്ക് വേണ്ടി ഭൂമി പതിച്ചു നൽകപ്പെട്ട് കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ഉടമ അവിടെ താമസിക്കുകയും കൃഷി ചെയ്യുകയും വേണം. ഈ വ്യവസ്ഥ എടുത്തുമാറ്റി 30 വർഷത്തിന് ശേഷം താമസിച്ചാൽ മതിയെന്ന പുതിയ നിർദ്ദേശമാണ് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉപാധികൾ അടിസ്ഥാനമാക്കിയാണ് കൃഷിഭൂമി വനത്തിനരികെ പതിച്ചു നൽകിയിരുന്നത്. എന്നാൽ എല്ലാവിധ ഉപാധികളും ഒഴിവാക്കിക്കൊണ്ട് കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളും പാറഖനനം ഉൾപ്പെടെയുള്ളവ അനുവദിക്കാമെന്ന കൃത്യമായ ഭേദഗതി നിർദ്ദേശമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഭേദഗതിയിൽ അടിയന്തരമായി ഭേദഗതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ തയ്യാറാക്കിയ കരടിന്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. 5 ദിവസത്തിനിടയിലാണ് ഇത്തരമൊരു പകർപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് പെട്ടെന്നുണ്ടാക്കിയ പകർപ്പാണെന്നും വ്യക്തമാണ്. പ്രജീഷ്, സജീഷ്, അങ്ങനെ കൃഷിക്ക് 1 വർഷത്തിനകം കൃഷി ചെയ്തിരിക്കണം. അത് ആ ഒരു സമയക്രമം പോലും 30 വർഷത്തേക്ക് മാറ്റുന്നു. മാത്രമല്ല അനുബന്ധ കൃഷിയും ഒപ്പം തന്നെ മറ്റ് പാറഖനനം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കാം. മാത്രമല്ല അടിയന്തര പ്രാധാന്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും വേണം. ഇങ്ങനെയുണ്ടെങ്കിൽ വ്യക്തമായൊരു ഇടപെടൽ, ഒരു പക്ഷേ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ സമ്മർദ്ദമൊക്കെ പല ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എത്രത്തോളം ഇത് ബലപ്പെടുകയാണ്? പ്രജീഷ്, സാധാരണഗതിയിൽ ഒരു ചട്ട ഭേദഗതി ഏതെങ്കിലും MLA-മാരുടെ ആവശ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പ് കൃത്യമായ കാരണങ്ങൾ നിരത്തിയ ഒരു ആവശ്യം ഉന്നയിച്ച് അതത് സെക്ഷനുകളിൽ കൂടി വരുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. ഇത് അത്തരത്തിലൊന്നുമല്ല വന്നിട്ടുള്ളത്. റവന്യൂ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ചട്ട ഭേദഗതി നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇത് 2 വൻകിട കമ്പനികൾക്ക് വേണ്ടിയാണെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഒന്ന്, നിലമ്പൂർ മേഖലയിൽ വലിയ തോതിൽ ക്വാറിങ് നടക്കുന്നുണ്ട്. അവരുടെ സമ്മർദ്ദം ഇതിൻ്റെ പുറകിലുണ്ട്. വനഭൂമിയിലെ ക്വാറിങ് വലിയ നിലയിൽ നിർത്തണമെന്നാവശ്യപ്പെട്ട് വലിയ സമരങ്ങൾ നടക്കുന്നു. ക്വാറിങ് വനഭൂമിയിൽ അനുവദിക്കാത്ത തരത്തിലാണ് നിലവിലെ നിയമങ്ങൾ. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ നിയമമാണ് 1970 വനഭൂമി പതിവ് ചട്ടം. ആ ചട്ടത്തിന്മേൽ ഭേദഗതി വരുത്തുന്നത് വനത്തിനരികിലെ ക്വാറികൾക്ക് വേണ്ടി തന്നെയാണെന്ന് വ്യക്തമാണ്. ഈ ഭേദഗതി നിർദ്ദേശങ്ങൾ വായിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ക്വാറി മാഫിയയ്ക്ക് വേണ്ടി കണ്ണടച്ചുണ്ടാക്കിയ ഒരു ഭേദഗതിയാണ് ഇത്. ആ ഭേദഗതിക്കൊരു പേരും നൽകിയിട്ടുണ്ട്. കൃഷിയോഗ്യമായ വനഭൂമി പതിച്ചു നൽകൽ ഭേദഗതി ചട്ടം 2016 എന്ന രീതിയിലാണ് ഈ കരട് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രജീഷ്, MR സജേഷാണ് സുപ്രധാന വാർത്ത പുറത്തുവിട്ടത്, വിശദാംശങ്ങൾ നൽകിയത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ലോകോത്തര ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ്. കേരള ആയുർവേദത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കിയത് സ്റ്റെഫി അറിയാതെ. പ്രഖ്യാപനം നടത്തിയത് മുഖ്യമന്ത്രി നേരിട്ട്. സ്റ്റെഫിയുടെ വെബ്സൈറ്റിൽ കേരള ആയുർവേദമില്ല. ഇതിഹാസ ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫിനെ ആയുർവേദത്തിന്റെ ബ്രാൻഡ് അംബാസഡറാക്കാൻ തീരുമാനിച്ചത് 2015 ജൂൺ 24 ചേർന്ന ക്യാബിനറ്റ് യോഗമാണ്. ക്യാബിനറ്റ് യോഗത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: ബ്രാൻഡ് അംബാസഡർ ആണോ? പിന്നെ വിസിറ്റ് കേരള
വിസിറ്റ് കേരള സ്കീമിൻ്റെ ഭാഗമായി ആയുർവേദ ബ്രാൻഡ് അംബാസിഡർ അവരുമായിട്ട് ധാരണയായി ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇനി സ്റ്റെഫി ഗ്രാഫിൻ്റെ വെബ്സൈറ്റിലേക്കൊന്ന് നോക്കുക. താൻ ബ്രാൻഡ് അംബാസിഡറായ കമ്പനികളുടെ പേര് വിവരം സ്റ്റെഫി ഗ്രാഫിൻ്റെ തന്നെ വെബ്സൈറ്റിൽ പറയുന്നത് ഇങ്ങനെ: ലോകപ്രശസ്ത ഷൂ ആൻഡ് ആക്സസറീസ് നിർമ്മാതാക്കളായ അഡിഡാസ്, വാച്ച് നിർമ്മാതാക്കളായ ലോൺലിനസ്, ജർമ്മനിയിലെ പ്രമുഖ ഫിറ്റ്നസ് ക്ലബ്ബായ മിസ്റ്റർ സ്പോർട്ടി, പ്രമുഖ പ്രകൃതിദത്ത തേയില നിർമ്മാതാക്കളായ ടീ കൈനി എന്നിവയുടെ ബ്രാൻഡ് അംബാസിഡറാണ് താനെന്ന് സ്റ്റെഫി ഗ്രാഫ് തന്നെ പറയുന്നുണ്ട്. എന്നാൽ അതിലെവിടെയും താൻ കേരള ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണെന്ന് പറയുന്നില്ല. ഭർത്താവും ഇതിഹാസ ടെന്നീസ് താരവുമായ ആന്ദ്രെ അഗാസിക്കൊപ്പം അമേരിക്കയിലെ ലേസ് വെഗാസിൽ താമസിക്കുന്ന സ്റ്റെഫി ഗ്രാഫ് താൻ കേരളമെന്ന സംസ്ഥാനത്തിൻ്റെ ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായതിനെപ്പറ്റി ബോധവതിയേ അല്ല. ടൂറിസം വകുപ്പിലെ ഒരു ഉന്നതനുമായി ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഇക്കാര്യം അറിയിക്കുന്നതിനായി തങ്ങൾ സ്റ്റെഫി ഗ്രാഫിൻ്റെ മാനേജറെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ നാളിതുവരെ സ്റ്റെഫി ഗ്രാഫുമായി നേരിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഒരു അന്താരാഷ്ട്ര പ്രശസ്തയായ കായിക താരത്തെ കേരള ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാക്കിയത് അവർ അറിഞ്ഞിട്ടേയില്ല എന്നത് ഒരേ സമയം ചിരിക്കാനും ചിന്തിക്കാനും വക നൽകുന്ന കാര്യമാണ്. എന്തിനും ഏതിനും മുട്ടാപ്പോക്ക് ന്യായം പറയുന്ന മുഖ്യമന്ത്രി ഈ വാർത്തയെപ്പറ്റി അറിഞ്ഞതായി ഭാവിച്ചില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഇതിഹാസ താരത്തെ ഇല്ലാത്ത ബ്രാൻഡ് അംബാസിഡറിൻ്റെ വിഡ്ഢിവേഷം കെട്ടിച്ച് നാണം കെടുത്തിയതിന് കേരളത്തിനു വേണ്ടി ഞങ്ങൾ സ്റ്റെഫി ഗ്രാഫിനോട് മാപ്പ് പറയുന്നു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. മൂന്നാർ പള്ളിവാസൽ വില്ലേജിൽ ആരോഗ്യവകുപ്പിന്റെ 2.6 ഏക്കർ ഭൂമി എറണാകുളം കേന്ദ്രീകരിച്ച ഭൂമാഫിയകൾ കയ്യേറി. 2014 നടന്ന കയ്യേറ്റം മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മറച്ചുവെച്ചു. കോടികൾ വില വരുന്ന സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടന്നതായുള്ള തഹസീൽദാർ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. മൂന്നാർ പള്ളിവാസൽ വില്ലേജിലെ ചിത്തരപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് 1969 KSUബിൽ നിന്നും ആരോഗ്യവകുപ്പ് വാങ്ങിയ 13.5 ഏക്കർ ഭൂമിയിൽ നിന്നും 2.6 ഏക്കർ ഭൂമിയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വകാര്യ വ്യക്തി കൈക്കലാക്കിയത്. സർവേ നമ്പർ 222-2, 222-3, 223 എന്നിവയിൽപ്പെട്ട 2.6 ഏക്കർ ഭൂമിയാണ് കയ്യേറിയത്. കോടികൾ വിലമതിക്കുന്ന ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത്. കയ്യേറ്റം സംബന്ധിച്ച് ആശുപത്രി അധികൃതർ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കടക്കം നൽകിയ പരാതിയിൽ ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഭൂമിയുടെ കരമൊടുക്കുന്നത് വില്ലേജ് രേഖകൾ പ്രകാരം എറണാകുളം സ്വദേശിയായ ആരോഗ്യവകുപ്പിലെ തന്നെ ഒരു ജീവനക്കാരനാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പരാതി അന്വേഷിച്ച തഹസീൽദാർ കയ്യേറ്റം നടന്നതായി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടിക്ക് ജില്ലാ ഭരണകൂടം ഇനിയും തയ്യാറായിട്ടില്ല. സർവേ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന കയ്യേറ്റത്തിൽ കുറ്റക്കാർക്കെതിരെ വകുപ്പ് തല നടപടി പോലും ഇനിയും ഉണ്ടായിട്ടില്ല. കയ്യേറ്റം തടഞ്ഞ് ഭൂമി വീണ്ടെടുക്കാൻ ആയില്ലെങ്കിൽ കോടികളുടെ സ്ഥലമാകും സർക്കാരിന് നഷ്ടമാകുക. ലെസ്ലി ജോൺ, ഇടുക്കി. പിളർപ്പിന് ശേഷമുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് വൈകിട്ട് കോട്ടയത്ത്. ഫ്രാൻസിസ് ജോർജിന്റെ കൊഴിഞ്ഞുപോക്ക് സൃഷ്ടിച്ച ആഘാതം, സീറ്റ് വിഭജനം തുടങ്ങിയ വിഷയങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ചയാകും. ഫ്രാൻസിസ് ജോർജിനെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോകുന്ന സാഹചര്യത്തിലാണ് പാർട്ടി ചെയർമാൻ KM മാണിയുടെ അധ്യക്ഷതയിൽ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോഴുണ്ടായ പിളർപ്പ് കനത്ത ആഘാതമാണ് മാണി വിഭാഗത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. വൈകാതെ തന്നെ PJ ജോസഫും ഫ്രാൻസിസ് ജോർജിനൊപ്പം ചേരുമെന്ന ഊഹാപോഹങ്ങളും മാണി വിഭാഗത്തെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നു. അതിനിടെയാണ് പൂഞ്ഞാർ, ഏറ്റുമാനൂർ, കുട്ടനാട് സീറ്റുകൾ തിരികെ നൽകണമെന്ന ആവശ്യം ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിരവധി ഭാഗ്യാന്വേഷികളും സീറ്റുമോഹികളുമുള്ള കേരള കോൺഗ്രസിൽ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് പ്രതിസന്ധി മൂർച്ഛിക്കുന്നതിനിടെ പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചെടുത്താൽ അത് KM മാണിക്ക് കനത്ത തിരിച്ചടിയാകും. നിലവിലെ സീറ്റുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടും. പ്രതിരോധത്തിലായ പാർട്ടിയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനുള്ള മാർഗങ്ങളും സമവായങ്ങളുമാണ് ഇന്ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ രൂപപ്പെടുത്തുക. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോൺഗ്രസ് പാർട്ടിയുടെ ശാപമായിട്ടുള്ള നേതാക്കന്മാരെ പാർട്ടിയെ സ്നേഹിക്കുന്നവർ കല്ലെറിയണമെന്ന് KSU കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയം. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളും സീറ്റ് മോഹികളും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് താൻ സ്ഥാനാർത്ഥിയായാൽ എത്ര വോട്ട് നേടാനാകുമെന്ന് ചിന്തിക്കണമെന്നും KSU മുന്നറിയിപ്പ് നൽകി. ജില്ലയിലെ ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കന്മാർ UDF പ്രവർത്തകരുടെ ഐക്യം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒളിവിലിരുന്ന് ചരടുവലിക്കുന്നുവെന്ന് KSU പ്രമേയത്തിലൂടെ കുറ്റപ്പെടുത്തി. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളും സീറ്റ് മോഹികളും പരസ്യ പ്രസ്താവനകളും കവല പ്രസംഗങ്ങളും പോസ്റ്റർ പ്രചരണങ്ങളും സീറ്റിനെ പരിഗണിക്കുന്നവർക്കെതിരെ നുണപ്രചരണങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും KSU പ്രമേയത്തിലൂടെ പറയുന്നു. ഫേസ്ബുക്കിലും വാട്സാപ്പിലും കുറെ സ്ഥാനാർത്ഥികളുടെ
അവർ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് സ്വന്തമായി ചിന്തിച്ചു നോക്കണം. ഞാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര വോട്ട് കിട്ടും എന്നുള്ള കാര്യം വ്യക്തമായി ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് വരണം എന്നുള്ള കാര്യം KSU വളരെ വ്യക്തമായി അടിവരയിട്ടുകൊണ്ട് പറയുവാനുള്ളതാണ്. പുതിയൊരു നേതൃത്വത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കഴിവുള്ളവരെയും ജനപിന്തുണയുള്ളവരെയും പാർട്ടി സ്ഥാനാർത്ഥിയാക്കണം. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളും സീറ്റുമോഹികളും വീട്ടിലുള്ള കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്വയം ചോദിക്കുക തനിക്ക് എത്ര വോട്ട് നേടാനാകുമെന്ന്. അർഹതയുള്ളവർ സ്ഥാനാർത്ഥികളാകണം. സീറ്റിനായി പണം കൊടുത്തും സ്വാധീനം ചെലുത്തിയും വാങ്ങാൻ ശ്രമിക്കുന്നവരെയും പരസ്യ വിഴുപ്പലക്കൾ നടത്തുന്നവരെയും പാർട്ടിയെ സ്നേഹിക്കുന്നവർ കല്ലെറിയണമെന്നും KSU ആഹ്വാനം ചെയ്തു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കാനായി DCC പ്രസിഡന്റും MLAയും തമ്മിൽ ശക്തമായ മത്സരം. ശിവദാസ് നായർ MLAയുടെ പ്രവർത്തനം അത്ര തൃപ്തികരമല്ലെന്നാണ് ജില്ലയിലെ പല കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം. മാത്രവുമല്ല, DCC KPCCക്ക് നൽകിയ ലിസ്റ്റിൽ പ്രധാന പരിഗണനയും DCC പ്രസിഡന്റാണ് നൽകിയിരിക്കുന്നത്. സീറ്റ് ചർച്ച തകൃതിയായി നടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിനായി ശക്തമായ മൽപ്പിടുത്തം നടക്കുന്നത് DCC പ്രസിഡന്റും സ്ഥലം MLAയും തമ്മിലാണ്. മൽപ്പിടുത്തം ആറന്മുള മണ്ഡലത്തിൽ UDF ടിക്കറ്റിൽ മത്സര രംഗത്തെത്താനാണെന്ന് മാത്രം. DCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിലാണ് A ഗ്രൂപ്പ് പ്രതിനിധിയായി ശിവദാസൻ നായർ ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കുന്നതും MLA ആകുന്നതും. MLAയുടെ പ്രവർത്തനങ്ങൾ അത്ര തൃപ്തികരമല്ല എന്നാണ് പാർട്ടിക്കകത്തുനിന്ന് തന്നെയുള്ള സംസാരം. മാത്രവുമല്ല, ആറന്മുള വിമാനത്താവള വിഷയത്തിൽ ജനവികാരത്തിനെതിരെ നിന്നതിന് ജനങ്ങൾ MLAയെ പരസ്യമായി കൈകാര്യം ചെയ്തിട്ടുള്ളതുമാണ്. അതോടൊപ്പം തന്നെ ബജറ്റ് അവതരണ സമയത്ത് നിയമസഭാ ഹാളിനകത്ത് വെച്ച് വനിതാ MLAമാരെ അപമാനിക്കാൻ ശ്രമിച്ചതിന് MLAയുടെ പേരിൽ കേസും നിലവിലുണ്ട്. ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ ശക്തമായി കൊണ്ടുവരും എന്നതിനാലാണ് ശിവദാസ് നായർക്ക് പകരം DCC പ്രസിഡന്റ് മോഹൻരാജിനെ മത്സരരംഗത്ത് കൊണ്ടുവരണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നത്. DCC KPCCക്ക് അയച്ച ലിസ്റ്റിൽ മോഹൻരാജിന്റെ പേരുമുണ്ട്. ഇതിനിടെ തനിക്ക് വീണ്ടും മത്സരിക്കണമെന്ന് ശിവദാസ് നായർ KPCCയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൽ 4 സീറ്റുകളിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ 7 പേർ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ പട്ടികയിൽ വണ്ടൂരിൽ മാത്രമാണ് ഒരാളുടെ മാത്രം പേരുള്ളത്. സ്ഥാനാർത്ഥി ചർച്ച നീണ്ടുപോയാൽ തിരിച്ചടിയാകുമെന്ന് ജില്ലാ നേതൃത്വം KPCCയെ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ 16 മണ്ഡലങ്ങളിൽ 4ഇടത്താണ് കോൺഗ്രസിന് സീറ്റ് നൽകുന്നത്. വണ്ടൂർ, നിലമ്പൂർ, തവനൂർ, പൊന്നാനി സീറ്റുകൾ. സംവരണ മണ്ഡലമായ വണ്ടൂരിൽ മാത്രമാണ് ഇതുവരെ സ്ഥാനാർത്ഥി സംബന്ധിച്ച ഏകദേശ ധാരണയായത്. മന്ത്രി AP അനിൽകുമാർ തന്നെ തുടരും. ആര്യാടൻ മുഹമ്മദ് വിജയിച്ച നിലമ്പൂർ സീറ്റിൽ 2 പേരുകളുണ്ട്. ആര്യാടന്റെ മകനും മുൻ നഗരസഭാ ചെയർമാനുമായിരുന്ന ആര്യാടൻ ഷൗക്കത്ത്, KPCC ജനറൽ സെക്രട്ടറി VV പ്രകാശ് എന്നിവർ. ഷൗക്കത്തിന് രാഹുൽ ഗാന്ധിയുടെയും പ്രകാശിന് KPCCയുടെയും AK ആന്റണിയുടെയും ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നതെങ്കിലും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആരെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കി VV പ്രകാശിന് DCC പ്രസിഡന്റ് സ്ഥാനം നൽകി അനുനയിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിലെ DCC പ്രസിഡന്റ് E മുഹമ്മദ് കുഞ്ഞി തവനൂരിൽ മത്സരിക്കും. മുൻ പാർലമെന്റ് അംഗം C ഹരിദാസിന്റെ പേരും തവനൂരിൽ ഉയരുന്നുണ്ട്. പൊന്നാനിയിലെ സീറ്റിൽ PT അജയ് മോഹനും MV ശ്രീധരനുമാണ് മുൻനിരയിൽ. ഉള്ള 4 സീറ്റിൽ 2 തോൽവി മറികടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം. പരാജയപ്പെട്ട 2 മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് പാർട്ടിക്കുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ UDF ഗവൺമെൻറ് ഒരു കാലത്തും കേരളത്തിൽ നടക്കാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ കഴിഞ്ഞ 4.25 വർഷവും ഭരണം നടത്തിയത്. സ്ഥാനാർത്ഥി ചർച്ച നീണ്ടുപോയാൽ തിരിച്ചടിയാകുമെന്നും ജില്ലാ നേതൃത്വം ആശങ്കപ്പെടുന്നു. KT സ്വാലിഹ്, മലപ്പുറം. പാലക്കാട് തൃത്താലയിലെ പനമ്പറ്റ പട്ടികജാതി കോളനി സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയിൽ വൻതുക വെട്ടിപ്പ് നടന്നതായി ആക്ഷേപം. 1 കോടി രൂപ ചെലവഴിച്ച് 93 കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 3 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് തുടക്കം കുറിച്ച സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയാണ് തൃത്താല പനമ്പറ്റ പട്ടികജാതി കോളനിയിൽ എവിടെയും എത്താതെ നിൽക്കുന്നത്. 1 കോടി രൂപ ചെലവിട്ട് റോഡ്, കുടിവെള്ളം, ഡ്രൈനേജ് നിർമ്മാണം, വീടിൻ്റെ അറ്റകുറ്റപ്പണി എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. നടത്തിപ്പ് ചുമതല ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂഡ് ലിമിറ്റഡിന് നൽകി. എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും കോളനിയുടെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. രേഖകളിൽ 1100 മീറ്റർ വഴി കോൺക്രീറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. 400 മീറ്റർ പോലും കോൺക്രീറ്റ് ചെയ്തിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. 25,000 ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്കാവശ്യമായ കുഴൽക്കിണർ നിർമ്മാണമോ പൈപ്പിടലോ തുടങ്ങിയില്ല. പേരിന് കുറച്ച് വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്തി പദ്ധതി നടപ്പാക്കിയവർ സ്ഥലം വിട്ടെന്ന് പനമ്പറ്റ കോളനിയിലെ ഗുണഭോക്താവായ സത്യഭാമ പറഞ്ഞു.
ഞങ്ങളുടെ വീട് ഇപ്പോൾ 1 കോടിയിൽ പെടുന്ന പറഞ്ഞത് ചെയ്തു ഒരു 50,000 രൂപ ഉണ്ട് വീടിന് പാസ്സായിട്ട് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ വീട് ഒരു 5,000 രൂപ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഒരു 10 ഓടും 4 പട്ടിക മാറ്റിയിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞു ബാക്കിയുള്ള പണികൾ ബാച്ചർ കുറേ എടുക്കേണ്ടത് ചെയ്തെന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ബാലൻസ് പൈസ മറ്റേ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു. ഞങ്ങളാവുന്നത് പറഞ്ഞു നോക്കി, ചെയ്തെന്നില്ല അവർ. നിർമ്മാണ പ്രവൃത്തികൾക്ക് ഇറക്കിയ സിമന്റും മറ്റു വസ്തുക്കളും ഉപയോഗശൂന്യമായി നശിച്ചു. സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനാൽ പനമ്പറ്റ കോളനിയിൽ ത്രിതല പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളൊന്നും എത്തുന്നുമില്ല. AK ലതീഷ്, പാലക്കാട്. പീപ്പിൾ എക്സ്ക്ലൂസീവ് പിൻവാതിൽ വഴി നിയമനം നൽകിയ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം. ഭരണഘടനാ വ്യവസ്ഥയും സുപ്രീം കോടതി ഉത്തരവും മറികടന്നാണ് 30,000-ഓളം പേരെ സ്ഥിരപ്പെടുത്തുന്നത്. നിയമനം റദ്ദാക്കണമെന്ന ശുപാർശ അവഗണിച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് നടത്തുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം 30,000-ഓളം പേരെയാണ് വിവിധ വകുപ്പുകളിൽ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചത്. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം 25% നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ധനകാര്യ സെക്രട്ടറി അടക്കമുള്ള വകുപ്പ് സെക്രട്ടറിമാർ സമർപ്പിച്ച പഠന റിപ്പോർട്ട് മറികടന്നാണ് ഇവരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലെ സ്ഥിരപ്പെടുത്തൽ നീക്കം വലിയ കോഴ ഇടപാടുകൾക്കാണ് വഴിവെക്കുക. റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ പൂഴ്ത്തിവെക്കുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന് വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു അഭിപ്രായപ്പെടുന്നു. ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ചോദിച്ചപ്പോൾ അത് ക്യാബിനറ്റിൻ്റെ പരിഗണനയിലാണ്, അത് നൽകാനാവില്ല എന്ന നിയമവിരുദ്ധമായ ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്ന സാഹചര്യത്തിൽ പിൻവാതിലൂടെയുള്ള ഈ നിയമനത്തിൽ വൻ അഴിമതിയാണ് നടക്കാൻ പോകുന്നത്. ആ വസ്തുത പുറത്തു വരുമെന്ന ഭയം കൊണ്ട് തന്നെയാണ് ഈ വിവരം തടയുന്നത്. അക്കൗണ്ടന്റ് ആൻഡ് ഓഡിറ്റർ ജനറൽ ഇതിനെ സംബന്ധിച്ച് ശക്തമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് നൽകി കഴിഞ്ഞു. അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഈ നടപടി സ്വീകരിക്കാതെ പിൻവാതിലിലൂടെ താൽക്കാലിക ജീവനക്കാരെ എടുത്തുകൊണ്ടുള്ള നിയമവിരുദ്ധമായൊരു നടപടിയാണ്. ഭരണഘടനയുടെ 309 അനുച്ഛേദത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. PSC വഴി നിയമനം കാത്തിരിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികളെ അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇഷ്ടക്കാർക്ക് നൽകിയ താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തുന്നത് എന്നത് ഖേദകരമാണ്. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. BJP MP യോഗി ആദിത്യനാഥിനെ വിമർശിച്ച വനിതാ വിദ്യാർത്ഥി നേതാവിനെ സർവകലാശാലയിൽ നിന്നും പുറത്താക്കാൻ നടപടി തുടങ്ങി. അലഹബാദ് സർവകലാശാലയിലെ ആദ്യ വനിതാ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് റിച്ച സിംഗിനെ പുറത്താക്കുമെന്ന് VC പറഞ്ഞു. അർഹതയില്ലാത്ത സംവരണ സീറ്റിലാണ് റിച്ച സിംഗിന് പ്രവേശനം നൽകിയതെന്ന് ആരോപിച്ചാണ് വനിതാ വിദ്യാർത്ഥി നേതാവിനെ പുറത്താക്കുന്നത്. അതേസമയം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് റിച്ചയ്ക്ക് പ്രവേശനം നൽകുന്നതെന്ന സർവകലാശാല അധികൃതരുടെ സാക്ഷ്യപത്രം പീപ്പിൾ TVക്ക് ലഭിച്ചു. ഇത് റിച്ച സിംഗ്, അലഹാബാദ് സർവകലാശാലയിലെ ആദ്യ വനിതാ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ്. 2013-2014 ബാച്ചിൽ PhD വിദ്യാർത്ഥിനി. നവംബർ 2015 BJP MP യോഗി ആദിത്യനാഥ് സർവകലാശാലയിൽ വിദ്വേഷ പ്രസംഗം നടത്താനെത്തിയത് തടഞ്ഞതോടെയാണ് വനിതാ നേതാവിനെതിരെയുള്ള നടപടി സർവകലാശാലയിൽ ആരംഭിച്ചത്. അർഹതയില്ലാത്ത സംവരണ സീറ്റിലാണ് റിച്ച സിംഗിന് പ്രവേശനം നൽകിയതെന്ന് ABVP പ്രവർത്തകർ VCക്ക് പരാതി നൽകിയതോടെ അന്വേഷണം ആരംഭിച്ചു. സംവരണ സീറ്റിലാണ് ജനറൽ കാറ്റഗറിയിലുള്ള റിച്ചയ്ക്ക് പ്രവേശനം നൽകിയതെന്നും ഇത് സർവകലാശാല അധികൃതർക്ക് സംഭവിച്ച പിഴവാണെന്നുമുള്ള റിപ്പോർട്ട് VCക്ക് നൽകി. റിച്ച സിംഗിനെ പുറത്താക്കേണ്ടി വരുമെന്ന് VC ഹാങ്ലു പറഞ്ഞു. ഇതിന് പിന്നാലെ റിച്ച മാവോയിസ്റ്റ് ആണെന്ന് ആരോപിച്ചുള്ള കത്ത് VC ഹോസ്റ്റൽ അധികൃതർക്ക് നൽകി. എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് റിച്ചയ്ക്ക് പ്രവേശനം നൽകുന്നതെന്ന സർവകലാശാല അധികൃതരുടെ സാക്ഷ്യപത്രം പീപ്പിൾ TVക്ക് ലഭിച്ചു. അനീതി ചോദ്യം ചെയ്തതിന് തന്നെ വേട്ടയാടുകയാണെന്ന് റിച്ച സിംഗ് പീപ്പിൾ TVയോട് പറഞ്ഞു. As first women president और women president वो मुझे लगातार बाईपास करते हैं और मुझे टॉलरेट नहीं कर पाते हैं. वो लगातार मुझे परेशान करने की कोशिश करते, कंसल्ट तक नहीं किया और जब मैंने उसका विरोध किया तो उन लोगों ने मेरे ऊपर हमला कर दिया. JNU വിദ്യാർത്ഥികൾക്ക് പരസ്യമായി റിച്ച സിംഗ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. രോഹിത് വെമുലയ്ക്ക് നീതി ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധ സമരത്തിനും റിച്ച സിംഗാണ് നേതൃത്വം നൽകിയത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.